ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആർ വി ബാബു, ഇവിടെ തന്ത്രിയുടെ മൊഴിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് അനുമതി നൽകിയിരുന്നു ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ, പക്ഷേ ദേവസ്വം ബോർഡ് അത് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ സന്നിധാനത്ത് വെച്ച് തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുമതി നൽകിയത് എന്നാണ്. അത് ലംഘിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അതിൻ്റെയൊക്കെ പരിണതഫലമാണല്ലോ ഈ കേസ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന മൊഴികൾ തന്ത്രിയിലേക്കൊക്കെ അന്വേഷണം എത്തുമ്പോൾ അവർക്കും ചില വീഴ്ചകൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണ്ടേ? തന്ത്രിമാരുടെ ഇപ്പോ മൊഴിയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ SIT ആ മൊഴി വിശകലനം ചെയ്യുകയും അതിൽ അവർ കുറ്റക്കാരാണ് എന്ന് SITക്ക് തോന്നുന്ന പക്ഷം അതിൽ നടപടിയെടുക്കുന്നതിൽ ആർക്കും തടസ്സമൊന്നുമില്ല. തന്ത്രിമാരുടെ പങ്കിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല. ഏതായാലും തന്ത്രിമാരെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സ്പഷ്ടമാണ്. അത് ദേവസ്വം ബോർഡിന്റെ ആവശ്യത്തിനനുസരിച്ച് തന്ത്രിമാരെടുത്ത നിലപാട് മാത്രമാണോ, അതോ ഇതിന്റെ നേട്ടം, ഈ കൊണ്ടുപോയതിന്റെ നേട്ടം അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ബെനിഫിഷ്യറി ആണോ തന്ത്രിമാർ എന്നുള്ളതിനെ സംബന്ധിച്ചും ഈ ഗൂഢാലോചനയിൽ തന്ത്രിമാർക്ക് പങ്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും തെളിയിക്കപ്പെടണം. അങ്ങനെ തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരും കുറ്റക്കാരാണ്. ഒരു കുറ്റവാളി എന്നുള്ള നിലയ്ക്ക് തന്നെ അവരെ കൈകാര്യം ചെയ്യുന്നതിൽ ആർക്കും ഒരു തടസ്സമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണോ തന്ത്രിമാർക്കെതിരെ തിരിയുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ബോർഡ് മെമ്പർമാർ രണ്ടുപേരുണ്ട്. പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന് ബോർഡ് മെമ്പർമാർ പറയുമ്പോൾ അതങ്ങനെ നമുക്ക് വിശ്വാസം എടുക്കാൻ കഴിയുമോ? ഈ ബോർഡ് മെമ്പർമാർക്കെതിരെയും മൊഴിയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനുശേഷം ഈ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നെ കാര്യമായ ഒരു പുരോഗതി ഇല്ല ഈ അന്വേഷണത്തിലില്ല. പ്രശാന്തിന്റെ പങ്ക് ഈ കാര്യത്തിൽ, രണ്ടാമത് ഈ കാര്യം പാളി കൊണ്ടുപോകുമ്പോൾ ഈ പഴയ പാളി മങ്ങിയത് എങ്ങനെയാണ്? 40 വർഷത്തെ വാറണ്ടിയുള്ള പാളിയാണ്, സ്വർണ്ണ ഈ ചെമ്പാണ് ഈ പൂശിയിരിക്കുന്നത്. അത് ഈ 4 വർഷം കൊണ്ട് ചെമ്പ് തെളിയുമെന്നുണ്ടെങ്കിൽ അവിടെ സ്വർണം പൂശിയതിൽ തട്ടിപ്പ് കാണിച്ചു എന്നാണ്. ആ തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടിയാണോ 4 വർഷം പൂർത്തിയായപ്പോഴേക്കും ഈ സ്പെഷ്യൽ കമ്മീഷണർ പോലും അറിയാതെ ഇത് കൊടുത്തുവിട്ടത്? അതും പ്രമേസിൽ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത്, മാനുവൽ ലംഘിച്ച് ഈ അതായത് നിയമം ലംഘിച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് വിട്ടത് പ്രശാന്താണ്. അപ്പൊ പ്രശാന്തിന്റെ തീരുമാനത്തില് പ്രശാന്തിന് ഇതിനകത്ത് ഒരു ഭാഗമല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പൊ പ്രശാന്തിനെ ചോദ്യം ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാത്തത്? അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് ആ കാര്യത്തിൽ 10 പേര്, കോടതി തന്നെ 10 പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കോടതി വിധിയിൽ. അതുകൂടാതെ പ്രശാന്ത് ഉൾപ്പെടെ ഇതിന്റെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ വരേണ്ടതാണ്. അപ്പോൾ പ്രശാന്തിനെ ചോദ്യം ചെയ്യണം. ഇതെല്ലാം അന്വേഷണം ഇപ്പോൾ പക്ഷേ ഒരു മന്ദീഭവിച്ച അവസ്ഥയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം കേവലം മൊഴിയെടുക്കലും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടായിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്കും ഒരു ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കും നമുക്ക് ഈ അന്വേഷണത്തിന്റെ ഗതി ഇത്തരത്തിൽ മന്ദീഭവിച്ചിട്ടുള്ളത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ശരി, നന്ദി ശ്രീ ആർ വി ബാബു. സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ ഇതിനകത്ത് ഈ തന്ത്രിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോറ്റിയുമായും മറ്റു സ്പോൺസർമാരുമായും പരിചയമുണ്ട്, അവരൊക്കെ വിളിച്ച പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വിശദമായ അന്വേഷണം SITയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയങ്ങളിൽ തന്ത്രിമാരുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് വേണ്ടിവരുമെന്ന് തന്നെയാണ്. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രധാനമായ ഒരു പദവിയാണ് തന്ത്രി കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡുമായി ചേർന്ന് നിൽക്കുന്ന പദവിയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ഈ വിശ്വസനീയമാണ് ഈ മൊഴിയെല്ലാം എന്ന് കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ബെല്ലാരിയിലുള്ള ജ്വല്ലറിയിലേക്കാണ് ഇയാൾ പോയിട്ടുള്ളത്, പൂജയുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്. ഇതേ ജ്വല്ലറിയിൽ നിന്ന് തന്നെയാണ് സ്വർണം വേർതിരിച്ചെടുത്ത സ്വർണം തൊണ്ടി മുതലായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മന്ദത, ഒരു വേഗതക്കുറവ്, ആ ഒരു വേഗതക്കുറവ് മറികടന്നുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മാത്രമേ, ഇത് ചുരുങ്ങിയ കാലയളവാണ് ഹൈക്കോടതി അടക്കം നിർദ്ദേശിച്ചിട്ടുള്ളത്, അത് കഴിയാൻ ഇനി അധികം നാളുകളുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ത്വരഗതിയിൽ കൂടുതൽ വേഗതയിൽ ഒരു അന്വേഷണം ഈ ഒരു ഭാഗത്തേക്ക്, അതായത് തന്ത്രി കുടുംബത്തിലേക്ക്, തന്ത്രിയുടെ ഭാഗത്തേക്ക് അന്വേഷണം വഴിതിരിച്ച് വന്നപ്പോൾ ആ സമയത്ത് വീണ്ടും ദേവസ്വം ബോർഡിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എവിടെയാണ്? ഹൈക്കോടതി സംശയിച്ചതുപോലെ തന്നെ അന്തർ സംസ്ഥാന അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബന്ധം ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ കണ്ണികൾ ആരൊക്കെ? ഇത് ഇപ്പോൾ പിടികൂടിയ എല്ലാവരും ദേവസ്വം ബോർഡിൻ്റെയും ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനടക്കം വലിയ സുപ്രധാന പദവികൾ വഹിച്ചതാണെങ്കിൽ പോലും ഇവർക്ക് മാത്രം ഇങ്ങനെ സ്വർണം വേർതിരിച്ചെടുത്ത് ഇതിലൊരു തിരിമറി നടത്താൻ കഴിയില്ല. ഇതിൽ കൂടുതൽ ബന്ധങ്ങളും കൂടുതൽ ഇതിൽ ഗൂഢാലോചന അടക്കം നടന്നിട്ടുണ്ടെന്ന് എന്ന കാര്യം വ്യക്തമാണ്. ഇത് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പ്രമുഖരിലേക്കും
സുപ്രധാനപ്പെട്ട കൂടുതൽ തെളിവുകളിലേക്കും അന്വേഷണ സംഘം ഉടൻ തന്നെ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കൂടുതൽ ഈ ഒരു തന്ത്രിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരും ഇപ്പോൾ ഇത് ബോർഡ് അംഗങ്ങളടക്കം അറസ്റ്റിൽ തുടരുന്നുണ്ട്. അവരെ അടക്കം ചോദ്യം ചെയ്ത് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ശരി സാറേ, അതാണ് ഇപ്പോൾ തന്ത്രിമാരെയും ചോദ്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അവരിൽ നിന്നും ചില വിവരങ്ങൾ SIT ശേഖരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം